UKG മക്കൾ പറയുന്നേ. സംസാരിക്കുക അല്ലേ? ആണോ? Why are you simply talking? Why are you simply talking? അതും ഈ മോർണിംഗിൽ ആരെങ്കിലും സംസാരിക്കുമോ? ഇല്ല. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ ആരോ 1-2 ആൾക്കാർ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഓൾ സ്റ്റാൻഡ്, സേ ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് മൈ ചിൽഡ്രൻ. ഹൗ ആർ യു? Are you happy? All are happy. Good. All are happy. Yes. പിന്നെ ഏതൊക്കെയോ കുറേ ആനിമൽസിനെയൊക്കെ പഠിച്ചിരുന്നല്ലോ. ഡൊമസ്റ്റിക് ആനിമൽസും പെറ്റ് ആനിമൽസും ഒക്കെ അല്ലേ? യെസ്. ടേക്ക് ദിസ് പേജ് നമ്പർ 37. ഈ പേജ്. Take this page. Ready? All are ready? Good. What is the first picture? Alligator. ആരാണ്? അലിഗേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? കണ്ടിട്ടുണ്ടോ? സൂവിൽ പോയിട്ടുണ്ടോ? ആരൊക്കെയാ സൂവിൽ പോയത്? പോയിട്ടുണ്ട്. എവിടെ? മൈസൂരോ? ആയിക്കോട്ടെ. പിന്നെ ആരാ? തൃശ്ശൂരോ? ആയിക്കോട്ടെ. അലിഗേറ്റർ, ചീങ്കണ്ണി, അമേരിക്കൻ ചീങ്കണ്ണി. അലിഗേറ്റർ എവിടെയാണ്? അതിൻ്റെ നേറ്റീവ് പ്ലേസ് ഏതാണ്? അമേരിക്ക. ചീങ്കണ്ണി. അടുത്തൊന്നും പോകണ്ട കേട്ടോ. സൂവിലൊക്കെ പോയാലേ പിടിച്ചങ്ങ് തിന്നും. നമ്മൾ ക്രൊക്കോഡൈൽ പഠിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ? ക്രൊക്കോഡൈൽ എന്ന് പറഞ്ഞാൽ ആരാ? മുതല. അതായത് lives both on land and in water. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവി ആരാണ്? ക്രൊക്കോഡൈൽ. വേറൊരാളും കൂടി ഉണ്ടല്ലോ അങ്ങനെ പോകുന്നത്. ഇങ്ങനെ ചാടി ആരാണ്? ഫ്രോഗ് അല്ലേ? ഫ്രോഗ്. അലിഗേറ്റർ. എന്താണ് അലിഗേറ്റർ? What is spelling of alligator? ALLIGATOR. Say the spelling. നിങ്ങൾ UKG മക്കളല്ലേ, സ്പെല്ലിങ് പഠിക്കണ്ടേ? അലിഗേറ്റർ. അലി ALLI GATOR TOR. Alligator. Then what is the next picture? Meow. Cat. അതറിയാല്ലേ? ക്യാറ്റ് നമ്മളെ പെറ്റ് ആനിമൽ അല്ലേ? നമ്മളെ വീടിൻ്റെ ഉള്ളിൽ, നമ്മളെ അടുപ്പിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ആ അടുക്കളയിൽ, ആ സ്ലാബിൻ്റെ ഒക്കെ താഴെ എപ്പോഴും കിടന്നുറങ്ങും. പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നത് നമ്മുടെ കൂടെ വരുന്നത്, ആ ബെഡ്റൂമിലെ ആ കോട്ടിൻ്റെ അടിയിൽ കിടക്കുന്നു അല്ലേ? ആര്? ക്യാറ്റ് കിൽസ്. ക്യാറ്റ് ആരെയാണ് കൊന്ന് തിന്നുക? വേഗം പറ. ക്യാറ്റ് കിൽസ് റാറ്റ്സ്. വെരി ഗുഡ്. റാറ്റ്സ്. ക്യാറ്റിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? റാറ്റിനെ. ക്യാറ്റ് ഇതാ ഇങ്ങനെ നോക്കും, ഇതിലെങ്കിലും പോകുന്നുണ്ടോ എന്ന്. ആര്? റാറ്റ്. അപ്പോഴും മെല്ലെ പതുങ്ങിയിരുന്ന് ചാടി പിടിച്ച് പിന്നെ കാണൂല കുറേ സമയത്തേക്ക്. ക്യാറ്റ് കിൽസ് റാറ്റ്സ്. ദെൻ നെക്സ്റ്റ് പിക്ചർ ഫോക്സ്. കോഴീൻ്റെയും കുറുക്കൻ്റെയും കഥയുണ്ട്. നമ്മൾ കോഴിയും കുറുക്കനും കളിക്കല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം കോഴിയും കുറുക്കനും കളിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നായിട്ട് റൗണ്ടായി നിന്ന് ഗ്രൗണ്ടിൽ നിന്നിട്ട് കോഴിയുണ്ടോ? ഉണ്ട്. കോഴിയുണ്ടോ? ഇല്ല. കോഴിയുണ്ടോ? ഉണ്ട്. കോഴി ഒരാൾ, കുറുക്കൻ ഒരാൾ. നമ്മൾ കളിച്ചിട്ടില്ലേ?
ഫോക്സ്, കണ്ണിങ് അനിമൽ. ഇത്രയും സാമർഥ്യമുള്ള വൃത്തികെട്ട ഒരു അനിമൽ ആരാണ്? ഫോക്സ്. എന്താണ്? ഭയങ്കര സാമർഥ്യ, എല്ലാവരോടും വലിയ ലോക്യം കൂടും, അനിമൽസിനോടൊക്കെ പതുങ്ങിയിരുന്ന് ചാടി പിടിച്ച് തിന്നാണ്. അതുകൊണ്ട് റാബിറ്റ്സിനൊക്കെ ഭയങ്കര പേടിയാ. ഒരു ബ്ലൂ ഫോക്സിൻ്റെ അതൊരു നീലക്കുറുക്കൻ്റെ കഥ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഫോക്സ്, ദെൻ ഹോഴ്സ്. ഹോഴ്സ് കുതിര പോവുക എങ്ങനെയാ? കുതിരേനെ പിടിച്ച് കുതിര വണ്ടി. ഹോഴ്സ് കാർട്ട്. ടീച്ചർ പറഞ്ഞു ഹോഴ്സ് കാർട്ട് എവിടെയാണ്? ഊട്ടി. ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോയാൽ, ഊട്ടിയിലൊക്കെ നമ്മൾ പോയാൽ നമ്മൾ കാറിലൊന്നും അല്ല എല്ലാ സ്ഥലവും കാണാൻ പോവുക. ഊട്ടിയിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ അല്ലേ? ആ ഗാർഡനൊക്കെ ഇല്ലേ? അത് അവിടെയൊക്കെ പോവുക നമ്മൾ. എങ്ങനെയാ, ഏതിലാ പോവുക? ഹോഴ്സ് കാർട്ട്, കുതിരവണ്ടിയിൽ. ഒരാളുണ്ടാവും, കുതിരയുണ്ടാവും. കുതിര എന്നിട്ട് പിറകിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും, സുഖമായിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഇരിക്കുന്ന മാതിരി. എന്നിട്ട് നമ്മൾ പോകും എല്ലാ സ്ഥലവും കാണാൻ. ഹോഴ്സ് കാർട്ട്. അവിടെ ട്രാവലിന് ഏറ്റവും നന്നായിട്ട് എല്ലാ പ്ലേസും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോവുക ഏതിലാണ്? ഹോഴ്സ് കാർട്ടിലാണ്. ഹോഴ്സ് കാർട്ട്. ഹോഴ്സ്, ഹോഴ്സ് ഡ്രാസ് കാർട്ട്. വണ്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അനിമൽ ഹോഴ്സ്. ദെൻ ഗോട്ട്. ഗോട്ടിനെ എല്ലാവർക്കും അറിയാം അല്ലേ? മട്ടൺ സ്റ്റൂ. അപ്പവും മട്ടൺ സ്റ്റൂവും അല്ലേ? അപ്പത്തിന് എപ്പോഴും മട്ടൺ സ്റ്റൂവാണ് ഇഷ്ടം. അപ്പം മട്ടൺ കറി അല്ലെങ്കിൽ മട്ടൺ ഫ്രൈ. കല്യാണങ്ങൾക്കൊക്കെ പോയാൽ മട്ടൺ ഇതാ വേറെ, ചിക്കൻ ഇവിടെ, ബീഫ് ഒക്കെ ഉണ്ടാവും. മട്ടൺ. ആ ഗോട്ട്, ഗോട്ട് നമുക്ക് എന്താ തരുന്നത്? God gives us milk and meat. God gives us milk and meat. മിൽക്കും മീറ്റും നമുക്ക് തരുന്ന ആൾ ആരാണ്? God. Who gives us milk and meat? God. What is the answer? God. Who gives us milk and meat? God. എന്താണ്? കൊതി വരുന്നുണ്ടോ? മട്ടൺ സ്റ്റൂ അല്ലേ? മട്ടൺ സ്റ്റൂവും അപ്പവും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അന്ന് വീട്ടിൽ പോയിട്ട് അമ്മോട് പറയൂ കേട്ടോ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? ഫ്രോഗ്. നമ്മളെ വീടിലും വീടിൻ്റെ മുറ്റത്തും കിണറിൻ്റെ അടുത്തും ചാടി ചാടി നടക്കുന്ന ഒരു ജീവി. അതായത് ദ ഫ്രോഗ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, ക്രോക്കോഡൈലിനെ പോലെ തന്നെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ജീവി ഫ്രോഗ്. ഇവിടുന്ന് ഇങ്ങനെ കാലിങ്ങനെ നിരത്തി വെച്ച് ഒരു ചാട്ടം. ഗ്രീൻ കളറിലുണ്ട്, ബ്രൗൺ കളറിലുണ്ട് അല്ലേ? ഫ്രോഗ്. FROG ഫ്രോഗ്. നോക്കുക, ആലിഗേറ്റർ. ചിങ്കണ്ണി, മീൻകണ്ണി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ക്യാറ്റ്, ദാറ്റ് ഈസ് എ പെറ്റ് അനിമൽ. ഫോക്സ്, എ കണ്ണിങ് അനിമൽ. ഹൂ ഡ്രാസ് കാർട്ട്? ഹോഴ്സ്. ഹൂ ഗിവ്സ് us milk and meat? Goat. Frog, an animal that live both on land and in water. Which animal? Frog. എന്താണ്? ഫ്രോഗ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ജീവി ആരാ? ഫ്രോഗ്. അപ്പം മനസ്സിലായോ? അതിന് മുമ്പ് അതിൻ്റെ ഒക്കെ ഞാൻ എടുത്തിരുന്നു ആദ്യം. അപ്പം അതൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം, ശ്രദ്ധിക്കുക. ഹൂ ഗിവ്സ് us milk and meat? Goat. Another animal? Cow.
ഡൊമസ്റ്റിക് ആനിമൽ. നോക്കൂ, ഇത് ഈ പിക്ചറിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അതിലാരൊക്കെയാണ് ഉള്ളത്? ഫസ്റ്റ് കൗ. കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഡൊമസ്റ്റിക്, നമ്മളുടെ വീട്ടിൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വളർത്തുന്ന, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വളർത്തുന്ന അനിമൽസ്. ദെൻ ഡോഗ്. ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്. നമ്മളെ വീട്ടിൽ ആരെങ്കിലും അറിയാത്ത ആൾക്കാർ വരികയാണെങ്കിൽ നമ്മളെ അവരെ കേറ്റൂല, കൊരച്ച് പിറകെ തന്നെ ഓടും. ആര്? ഡോഗ്. ദെൻ പാരറ്റ്, ദി ബേർഡ് വിച്ച് ക്യാൻ സ്പീക്ക്. ദ ബേർഡ് വിച്ച് ക്യാൻ സ്പീക്ക്, സംസാരിക്കാൻ കഴിവുള്ള പക്ഷി. ആരാണ്? പാരറ്റ്. നമ്മൾ പാരറ്റിനെ വീട്ടിൽ വളർത്തും, പെറ്റ് ആനിമലാണ്. ഒരു തത്തമ്മേ പൂച്ച പൂച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കും അല്ലേ? ദെൻ ലയൺ, ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഹൂ? ലയൺ. എലഫന്റ്, ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. കരയിലെ ഏറ്റവും വലിയ മൃഗം ആരാണ്? ആരാണ്? എലഫന്റ്. ദെൻ ഫിഷ്. അതിപ്പോൾ ഉണ്ടാവും അമ്മ പൊരിച്ച് വെച്ചിരിക്കുന്നത് ചോറിന് അല്ലേ? വാട്ടർ ആനിമലാണ്. ഫിഷ് ലീവ്സ് ഓൺലി ഇൻ വാട്ടർ. വാട്ടറിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പൊരിക്കുകയും കറി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ? ദെൻ ആലിഗേറ്റർ. ദെൻ ക്യാറ്റ്. ഫോക്സ്, കണ്ണിങ് ആനിമൽ. Whose grass cut. God gives us milk and meat. Frog, an animal that live both on land and in water. Frog. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? Then take next page. ഈ പേജ് എടുക്കാം. നോക്കൂ, എന്താണ് പിക്ചർ? വാട്ട് ഈസ് ദ പിക്ചർ? A water animal, octopus. 8 arms ഉള്ള ഒരു വാട്ടർ ആനിമൽ ഓക്ടോപ്പസ്. വളരെ നീറ്റായിട്ട് കളർ ചെയ്യുക. നോക്കൂ, അതിൻ്റെ ആംസൊക്കെ കളർ ചെയ്യുക, ഫേസ് കളർ ചെയ്യുക. പക്ഷെ കണ്ണ് മാത്രം കളർ ചെയ്യണ്ട കേട്ടോ, ഐസ് കളർ ചെയ്യണ്ട. ഓക്ടോപ്പസ്. ദെൻ റാബിറ്റ്. നോക്കൂ, റാബിറ്റിൻ്റെ മീശയൊക്കെ ഉണ്ടോ? റാബിറ്റിൻ്റെയും കണ്ണ് ചെയ്യണ്ട, വളരെ നീറ്റായിട്ട് ചെയ്യുക. ദെൻ ദ ടോളസ്റ്റ് ആനിമൽ ജിറാഫ്. ദ ടോളസ്റ്റ് ആനിമൽ ജിറാഫ്. ദ ജിറാഫിനെയും കളർ ചെയ്യുക വളരെ വൃത്തിയായിട്ട്, വളരെ നീറ്റായിട്ട്. ഇത് മൂന്നും വളരെ നീറ്റായിട്ട് കളർ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരിക കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ ബാക്കി പിക്ചർ ഉണ്ട്, പകുതി പകുതിയായിട്ട്. എന്നിട്ട് അത് ഏത് അനിമലാണ് എന്നുള്ളത് അതുകൂടി നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഏതാണ്? ദാ മാച്ച്. ഇത് ഈ പേജ് എടുക്കുക. ഓരോ അനിമലിൻ്റെയും പകുതി പകുതി അപ്പുറവും ഇപ്പുറവും കൊടുത്തിട്ടുണ്ട്. ആനിമൽസിൻ്റെ മുഖമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പിറകുവശം മുഴുവൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, മാച്ച് ചെയ്യുക. എന്നാലാണ്ട് അത് അനിമലാവുമോ? ഇത് പകുതിയും പകുതിയും കിടന്നാൽ കാര്യം നടക്കുമോ? ഇല്ല. അപ്പോൾ നോക്കൂ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? എലഫൻറ്റ്. ഇവിടെ എലഫൻറ്റിൻ്റെ ബാക്കി എവിടെയോ ഉണ്ട്. ഒന്ന് ടീച്ചർക്ക് തൊട്ട് കാണിച്ചു തരുമോ? നോക്കട്ടെ. എവിടെ? ഇവിടെ. അപ്പോഴെന്ത് ചെയ്യണം? ഈ എലഫൻറ്റിൽ നിന്ന് ഈ എലഫൻറ്റിലേക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. വട നോക്കൂ, ഇവിടെ ട്രങ്കും അതിൻ്റെ ഫ്രണ്ട് അല്ലേ അതേ ഉള്ളൂ, ബാക്കി ബാക്ക് ഇവിടെ. ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് കൊടുക്കുമ്പോഴേ അത് ആരാവുള്ളൂ? ഒരു എലഫൻ്റ് ആവുകയുള്ളൂ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? റാബിറ്റ് അല്ലേ? റാബിറ്റ് അല്ലേ? നോക്കൂ, ആ റാബിറ്റിൻ്റെ ബാക്കി എവിടെയോ ഉണ്ട്. ഇതിലെവിടെയോ ഉണ്ട് റാബിറ്റിൻ്റെ ബാക്കി. എവിടെ? കാണിച്ചു തരൂ ടീച്ചർക്ക്. ഷോമി, ദിസ് വൺ. നോക്കൂ,
അതിൽ നിന്ന് ഇങ്ങനെ മെല്ലെ അതിനെ എടുത്തിട്ട് ഇപ്പോഴാണ് റാബിറ്റ് ആയത്. ഇനി ലാസ്റ്റ് വൺ, ദ ടോളസ്റ്റ് ആനിമൽ ആരാ? ജിറാഫ്. ഈ ജിറാഫിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അമ്പട അങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ ആദ്യത്തെ നോക്കൂ, എലഫൻ്റ് ഇവിടെ, ദെൻ റാബിറ്റ്, ദെൻ ജിറാഫ്. ചെയ്തോ? എല്ലാവരും ചെയ്തോ? നല്ല രസമുണ്ടല്ലേ? പകുതിയും പകുതിയായിട്ട് മാച്ച് ചെയ്തോ? നിങ്ങളെ മാച്ച് ചെയ്തു അല്ലേ? അത് നല്ല ഇഷ്ടമാണ്. എഴുതാനും പഠിക്കാനേ വിഷമമുള്ളൂ, മാച്ചിങ്ങിന് ഒരു വിഷമവും ഇല്ല. വരച്ചു കൊടുത്താൽ മതിയല്ലോ. എന്താ പോരെ? അത് ഏത് ഭാഗത്തു നിന്നാണ്? ഇതിൻ്റെ ആ പാഠത്തിൻ്റെ ഇപ്പുറത്തേക്കുള്ളതാണ് കേട്ടോ. മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്, ടേക്ക് ദിസ് പേജ്. നമ്മളിപ്പോൾ പഠിച്ചില്ലേ ആനിമൽസ്, അതിൻ്റെ തന്നെ നോക്കൂ. ഓരോ ആനിമൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. നോക്കിക്കോളൂ. ഇതാരാ? വാട്ട് ഈസ് ദിസ് പിക്ചർ? ക്യാറ്റ് അല്ലേ? ഈ ക്യാറ്റ് എങ്ങോട്ടേക്കാണ് പോണത്? ക്യാറ്റിന് നമ്മുടെ വീട്ടിൽ ക്യാറ്റില്ലേ? ക്യാറ്റിന് നിങ്ങളാരെയും കൂടുണ്ടാക്കി കൊടുക്കലുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്യാറ്റ് നമ്മളുടെ വീട്ടിലെ ഒന്നിലെ ബെഡിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു തുണി ഇട്ട് കൊടുക്കും അല്ലേ? ഇല്ലെങ്കിൽ കിച്ചണിൽ, അമ്മ കിച്ചണിലാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഉറങ്ങുന്നുണ്ടാവും അല്ലേ? അപ്പം നോക്കൂ, ലുക്ക് അറ്റ് ദ ക്യാറ്റ്. ക്യാറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതിൻ്റെ താഴെ ഈ പിക്ചറില്ലേ, ഈ പിക്ചറിൻ്റെ താഴെ വാട്ട് ഈസ് ദിസ് പിക്ചർ? ക്യാറ്റ്. അത് എഴുതുക. എന്താ എഴുതേണ്ടത്? ക്യാറ്റ്, CAT, ക്യാറ്റ്. ആ പിക്ചറില്ലേ, ഈ പിക്ചറിൻ്റെ നേരെ താഴെ എഴുതുക ഇവിടെ ക്യാറ്റ്. ഇതേതാ പിക്ചർ എന്ന് അറിയണ്ടേ നമുക്ക്? ക്യാറ്റ്. ലുക്ക് അറ്റ് ദി ക്യാറ്റ്. ഇറ്റ് ഈസ് ഓൺ ദി, വാട്ട് ഈസ് ദിസ് പിക്ചർ? മാറ്റ്. നോക്കൂ, റൈമിങ് വേർഡ്സ് ആണ്. ക്യാറ്റ്, മാറ്റ്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ക്യാറ്റ്. അപ്പോൾ ആ മാറ്റിൻ്റെ പിക്ചറില്ലേ, ആ മാറ്റിൻ്റെ പിക്ചറിൻ്റെ താഴെ വേഗം എഴുതുക മാറ്റ്. ക്യാറ്റ്, മാറ്റ്. ലുക്ക് അറ്റ് ദ ക്യാറ്റ്. ക്യാറ്റിനെ നോക്കാൻ. ഇറ്റ് ഈസ് ഓൺ ദി മാറ്റ്. ആ മാറ്റിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത്. അല്ലാണ്ട് ആ മാറ്റിനെ ഇങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചു കയറുകയാണോ? അല്ല. ഇറ്റ് ഈസ് ഓൺ ദി മാറ്റ്. ആ മാറ്റിൻ്റെ മുകളിൽ കിടക്കാൻ പോവുക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? ബൗ. ആരാണ്? ഡോഗ്. അപ്പം ആ പിക്ചറിൻ്റെ തൊട്ട് താഴെ, ജസ്റ്റ് താഴെ എന്തെഴുതുക? ഡോഗ്. ഡോഗ് എങ്ങോട്ടേക്കാണ് ഓടി കയറാൻ നോക്കുന്നത്? ഒന്ന് നോക്കി നോക്കും നിങ്ങളെ ബുക്കിൽ. ദ ഡോഗ് ഈസ് നിയർ ദി വലിയൊരു മരത്തിൻ്റെ തടി അവിടെ ഇട്ടിട്ടുണ്ട്. എന്താണ്? ലോഗ്. LOG, ലോഗ്. ഇതിൻ്റെ ജസ്റ്റ് താഴെ നോക്ക്, ഇവിടെ എഴുതുക എന്ത്? ലോഗ്. അപ്പോൾ ഡോഗ്, ലോഗ്, LOG, ലോഗ്. ഇവിടെ ഫുള്ളായിട്ട് എഴുതിയിട്ട് ടീച്ചർ പറഞ്ഞുതരാം ഇതെന്താണെന്നുള്ളത് കേട്ടോ. അടുത്തത് നോക്കൂ. അടുത്ത എന്താണ്? ദി ഫ്രോഗ്. അടുത്ത പിക്ചർ എന്താണ്? ഫ്രോഗ്. അപ്പം അതിൻ്റെ താഴെ എഴുതുക ഫ്രോഗ്, FROG, ഫ്രോഗ്. ഫ്രോഗ് എവിടെയാണ്? ഫ്രോഗ് നോക്കൂ. The frog is small. It is on the എവിടെയാണ് അത്? ഫ്രോഗ് എവിടെയാണ് കയറി നിൽക്കാൻ പോകുന്നത്? ഓൺ ദി
ഫ്രോഗ് നോക്കൂ, അവിടെ എന്താ ഉള്ളത്? അതെന്താണ്? വെൽ അല്ലേ? ഒരു കിണർ, ഒരു സ്റ്റോണാണ്. ആ സ്റ്റോണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പോവുക അല്ലേ? The frog is small. It is on the stone. നമ്മൾ അലക്കാനൊക്കെയുള്ള കല്ല് വെക്കില്ലേ, സ്റ്റോൺ. ആ സ്റ്റോണിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. STONE, സ്റ്റോൺ. അടുത്തതാരാണെന്ന് നോക്കൂ. ഏറ്റവും ഇഷ്ടമുള്ളത്, ക്യാരറ്റ് ഇഷ്ടമുള്ള ആളാരാ? ഏറ്റവും ക്യാരറ്റ് ഇഷ്ടമുള്ള ആള് ആരാ? റാബിറ്റ്. അപ്പം വാട്ട് ഈസ് ദിസ് പിക്ചർ? റാബിറ്റ്, ക്യാരറ്റ്. റാബിറ്റ്, ക്യാരറ്റ്. RABBIT, റാബിറ്റ്. റാബിറ്റിന് ഇഷ്ടമുള്ള സാധനം ക്യാരറ്റ്. പിന്നെ ദ ഡാഷ് ക്യാൻ ഫ്ലൈ. ഗ്രീൻ കളറുള്ള ബേർഡ് ഏതാണ്? പാരറ്റ്. വെരി ഗുഡ്, പാരറ്റ്. ദ പാരറ്റ്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതുക പാരറ്റ്, PARROT, പാരറ്റ്. പാരറ്റ് എങ്ങോട്ടാ ഫ്ലൈ ചെയ്ത് പോകുന്നത്? ഇറ്റ് ഈസ് അപ്പ് ഇൻ ദി സ്കൈ. പറന്ന് എങ്ങോട്ടാ പോണത്? നോക്കൂ, ക്ലൗഡ്സ് ഒക്കെ ഉള്ള ബ്ലൂ കളറുള്ളത്. അപ്പ് ഇൻ ദ സ്കൈ, SKY, സ്കൈ. Listen here. Look at the cat. It is on the mat. The dog is near the log. നോക്കൂ, എന്താ ഇത്? The teacher is standing near the table. The teacher is standing near the board. Near, അടുത്ത് അല്ലേ? നിയർ ദി ടേബിൾ, അടുത്ത് ടീച്ചർ. പിന്നെ ദ ഫ്രോഗ് ഈസ് സ്മോൾ. ഇറ്റ് ഈസ് ഓൺ ദി സ്റ്റോൺ. ആ മരത്തിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഓടിക്കേറി. ദ റാബിറ്റ്. റാബിറ്റിന് ഏറ്റവും ഇഷ്ടമുള്ളത്, ദി റാബിറ്റ് ഹാസ് എ ക്യാരറ്റ്. ദ പാരറ്റ് can fly. It is up in the sky. Fly, sky. കണ്ടോ? ഫ്ലൈ, സ്കൈ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഈ പേജിൽ അടുത്ത നോക്കൂ. മാച്ച് കറക്റ്റ്ലി. മാച്ച് ദ ഫോളോയിങ്. ഇത് പിന്നെ വിഷമമൊന്നുമില്ല. മാച്ച് ദ ഫോളോയിങ് അല്ലേ? മാച്ച് ദ ഫോളോയിങ് വിഷമമുണ്ടോ? ഇല്ല. നോക്കി നോക്കൂ അവിടെ എന്തൊക്കെയാണെന്ന്. ഡോഗ് ഉണ്ട്, ക്യാറ്റ്, മൗസ്, റാബിറ്റ്, ലയൺ, ജിറാഫ്, കൗ, ഹോസ്. മാച്ച് കറക്റ്റ്ലി. Read the names aloud and ask the children to look at the pictures and match them to their names. ആദ്യത്തെ നോക്കൂ, ഡോഗ്. അവിടെ ഡോഗ് ഉണ്ട്. എവിടെ ഡോഗ്? ആ ഡോഗിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വേർഡ് ഡോഗ്. DOG, ഡോഗ്. All of you take your pencil. Take your pencil also. പെൻസിൽ എടുത്തോ എല്ലാവരും? ഇതാ ഈ DOG, ഡോഗ് എന്ന് എഴുതിയില്ലേ? ആ ഡോഗിൽ നിന്ന് ഇവിടെ ഡോഗിൻ്റെ പിക്ചർ എവിടെ? ഇതിലേക്ക് വരയ്ക്കുക. ഡോഗ് വരച്ചോ? DOG, ഡോഗ്. ദെൻ DOG, ഡോഗ്. ഡോഗിലേക്ക് വരച്ചോ എല്ലാവരും? അടുത്തത് CAT, ക്യാറ്റ്. ക്യാറ്റിൻ്റെ പിക്ചർ എവിടെ? ക്യാറ്റിൻ്റെ പിക്ചർ ഇവിടത്തേക്ക്. CAT, ക്യാറ്റ്.
ഇനി MOUSE മൗസ്. ലയണിൻ്റെ മേലെ പോയിട്ട് വീണിട്ട് ലയൺ തിന്നാൻ നോക്കിയതില്ലേ? ദ മൗസ് ആൻഡ് ദ ലയൺ. ടീച്ചർ പറഞ്ഞു തന്ന സ്റ്റോറി. മൗസ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, മൗസ്. ദെൻ റാബിറ്റ്, RABBIT, റാബിറ്റ്. ദെൻ ലയൺ, LION, ലയൺ. ദ ടോളസ്റ്റ് ആനിമൽ, ജിറാഫ്. COW, cow. HORSE, horse. Look at your book once more. നോക്കിക്കോളൂ ടീച്ചർ പറയുന്ന മാതിരി തന്നെയാണോ ചെയ്തത് എന്ന്. DOG, ഡോഗ്. നോക്കൂ വിരൽ വേഗം അവിടെ. DOG, ഡോഗ്. അവിടുന്ന് പെൻസിൽ നേരെ എങ്ങോട്ട് പോകണം? ഡോഗിൻ്റെ പിക്ചറിലേക്ക്. ഡ്രോ എ ലൈൻ. ഫിനിഷ്. ദെൻ CAT, ക്യാറ്റ്. ഇതാ ക്യാറ്റിലേക്ക് പോയിക്കോളൂ. പോയോ? ഇനി അവിടുന്ന് പെൻസിൽ എടുക്കുക, വേഗം വെക്കുക. MOUSE, മൗസ്. മൗസിലേക്ക് വെച്ചോ? ആ മൗസ് ഒന്ന് വേഗം ഇതാ MOUSE, മൗസ്. ദെൻ RABBIT, റാബിറ്റ്. Then LION, lion. GIRAFFE, giraffe. COW, cow. HORSE, horse. ചെയ്തോ എല്ലാവരും? മാച്ച് ദ ഫോളോയിങ് ചെയ്തോ? ചെയ്തോ എല്ലാവരും? റെഡിയായോ? എല്ലാവരും ചെയ്തോ? DOG, ഡോഗ്. ഡോഗിലേക്ക് തന്നെയല്ലേ വരച്ചത്? ടീച്ചർ വരണോ അങ്ങോട്ടേക്ക്? ടീച്ചർ വരണോ? ദെൻ CAT, ക്യാറ്റ്. ക്യാറ്റിൻ്റെ പിക്ചറിലേക്ക് വരച്ചില്ലേ? വരച്ചോ? അൽഫീദ്, റയാൻ. അൽഫീദ്, വാട്ട് യു വാണ്ട്? വൈ ആർ സിംപ്ലി ടോക്കിംഗ്? മനസ്സിലായില്ല? എന്നാൽ നോക്കിക്കോളൂ അസലായിട്ട് ഒന്നും കൂടെ. DOG, ഡോഗ്. ആ ഡോഗെന്ന് എഴുതിയെടുത്ത് വിരൽ വെക്കുക. അവിടുന്ന് പെൻസിൽ ഡോഗിൻ്റെ പിക്ചറിലേക്ക് വരയ്ക്കുക. അൽഫിദ്, റയാൻ വരച്ചോ മോനെ? ഓ ഗുഡ്, വെരി ഗുഡ്. ദെൻ MOUSE, മൗസ്. മൗസിൻ്റെ പിക്ചർ എവിടെ? മുകളിൽ. അതാ കണ്ണുരുട്ടി നോക്കുന്നത് നമ്മളെ മൗസ്. മൗസിലേക്ക് ഒരു വര വരച്ചോ? ദെൻ RABBIT, റാബിറ്റ്. റാബിറ്റിലേക്ക് വരച്ചോ? അനശ്വർ, റാബിറ്റിലേക്ക് വരച്ചോ? വരച്ചു അല്ലേ? LION, ലയൺ. ഉണ്ണിക്കുട്ടാ വരച്ചോ? LION, ലയൺ. സൻഹ, ഷഹാന. GIRAFFE, ജിറാഫ്. ജിറാഫിലേക്ക് വരച്ചോ? വെരി ഗുഡ്. COW, കൗ. തല ഉയർത്തി കഴുത്തിലൊരു മണിയൊക്കെ കെട്ടിയിട്ട് നിങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ. കൗ വരച്ചു. HORSE, ഹോസ്. ഹോസ് ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുക. ആരെങ്കിലും കയറുന്നുണ്ടോ പുറത്ത്? ഹോസിൻ്റെ പുറത്ത് കയറുന്നുണ്ടോ? ഇല്ല. റെഡി? All of you finish? Yes. All stand. Sit. Stand. Sit. എന്താ വിശക്കുന്നുണ്ടോ? ഓ വിശക്കുന്നുണ്ടേ. ശരി ശരി. Then close your book. Keep it in your bag. ഇടയ്ക്കൊക്കെ ഒരു പാട്ടൊക്കെ ഒന്ന് പാടി പഠിച്ചോളൂ കേട്ടോ. എത്ര പാട്ട് പഠിപ്പിച്ചൊന്നു ടീച്ചറെ? ഒക്കെ ഒന്ന് പഠിക്കണ്ടേ? ഇനിയൊരു സൂവിൻ്റെ പാട്ട് പഠിക്കാനുണ്ട്. ടു മാർക്കറ്റ് പഠിച്ചില്ലേ? പഠിച്ചിട്ടില്ല. പഠിച്ചവരെ എനിക്ക് കേൾപ്പിച്ച് തരിക കേട്ടോ, വോയിസ് മെസ്സേജിൽ. ഓക്കേ റെഡി? ഓക്കെ ബൈ. ടീച്ചർക്ക് താങ്ക് യു പറയൂ എല്ലാവരും. ഓക്കെ ബൈ.